ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ പൈനാപ്പിൾ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിങ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് തൊട്ട് 1 കപ്പിൻ്റെ അവിടം വരെ പൈനാപ്പിൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ പൈനാപ്പിളൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് കുക്കായിട്ട് വരണം, അത്രയും വേണ്ടൂ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ കുറച്ചും കൂടി ഒന്ന് കുക്കായി വരാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു നുള്ളി യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഫുഡ് കളർ ചേർക്കുന്നത്. അതിനുശേഷം നമുക്കൊന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ ഒരുവിധമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഈ സിറപ്പൊന്നും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതേപോലെ തന്നെ ഇതിലേക്ക് എടുക്കട്ടെ. നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നാണ് പാൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലിൽ നിന്നും കുറച്ച് പാലെടുത്ത് കോൺഫ്ലോറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതലായി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 3-4 തുള്ളി പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പൈനാപ്പിളിൻ്റെ നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും വേണ്ട, 3-4 തുള്ളി മാത്രം മതിയാവും. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് കുറുകി വന്ന് തുടങ്ങുമ്പോൾ പിന്നെ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്നതായിരിക്കും. ഇപ്പോൾ ചെറുതായൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് ഇത് കട്ട കെട്ടാതെ നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്നൊക്കെ കുറേശ്ശെ വിട്ട് വരുന്ന ഒരു പാകം, നമ്മളിപ്പോൾ കയ്യിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വിട്ട് വീഴുന്ന ഒരു പാകമാണ് വേണ്ടത്. ഇനി നമുക്കിത് ഒരു നെയ്യ് തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക്, കുറച്ച് കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1/2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി. അപ്പോൾ ഇത് നന്നായി തണുത്ത് കിട്ടും. തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ നിന്നൊക്കെ നന്നായി വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സിറപ്പോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു മണമാണ് അപ്പോൾ ഉണ്ടാവുക. നമുക്ക് ഈ പുഡിങ് കഴിക്കുമ്പോൾ ഈ പൈനാപ്പിൾ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ പുഡിങ്ങും പിന്നെ കുറച്ച് പൈനാപ്പിളിൻ്റെ പീസും പിന്നെ ആ സിറപ്പൊക്കെ കൂടി ഒരുമിച്ച് കഴിക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുവരേക്കും ഇതുപോലെ പൈനാപ്പിൾ പുഡിങ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെയാണ്. നമുക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നുമില്ലാതെ തന്നെ അടിപൊളി പുഡിങ് തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.